പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് ആകെ ലഭിച്ചത് ഒരു സീറ്റാണ്. അത് കോന്നി നിയമസഭാ മണ്ഡലമാണ്. കോന്നിയിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച KU ജനീഷ് കുമാറാണ് നമ്മോടൊപ്പമുള്ളത്. അവസാന നിമിഷം വരെ വലിയ ടെൻഷനായിരുന്നു. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. വിജയം നമുക്ക് ഉറപ്പായിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായ പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഇത്തവണ അവർ രണ്ടും ഒറ്റക്കെട്ടായിരുന്നു. അവർ ഒരു മുന്നണിയായി നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അപ്പോൾ അവരെ രണ്ടുപേരെയും ഒന്നിച്ചാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. കോന്നി മണ്ഡലം നമുക്കറിയാം 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 46,000 വോട്ട് BJP നേടിയ മണ്ഡലമാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ച മണ്ഡലമാണ്. 39,000 32,000 വോട്ട് വാങ്ങിയ മണ്ഡലം, അവരുടെ A ക്ലാസ് മണ്ഡലം. ഈ ഏറ്റവും അവസാനം നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും 34,000 വോട്ട് വാങ്ങിയ മണ്ഡലം. ആ മണ്ഡലമാണ് ഒരു സുപ്രഭാതത്തിൽ BDJSന് കൊടുക്കുന്നത്. അപ്പം BDJSന് കൊടുത്തത് എന്ന് പറയുന്നത് UDF കൺവീനർക്ക് കോന്നിയിൽ മത്സരിക്കുന്നതിന് വേണ്ടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബന്ധുവായ തിരുവനന്തപുരത്തെ വ്യവസായിയും എല്ലാം ചേർന്നുകൊണ്ട് BJPയുമായി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഡീലിൻ്റെ ഭാഗമായിരുന്നു. BDJSന് കൊടുത്തിട്ട് BDJSൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് UDF കൺവീനറാണ്. BDJSന് ആ മണ്ഡലത്തിൽ തന്നെ പത്മകുമാർ, അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, റാന്നിയിൽ മത്സരിച്ച ആളുണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും ദുർബലനായിട്ടുള്ളൊരു BDJS സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 30,000 വോട്ട് 15,000 വോട്ടായി കുറയുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് വോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ ബൂത്തുകൾ പോലും ഒന്നിച്ചായിരുന്നു. ഒന്നിച്ച് വോട്ട് ചെയ്ത് ജയിക്കാമെന്നാണ് അവർ കരുതിയത്. ഞങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചു. അങ്ങനെ അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് വിജയിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ UDF സർക്കാർ ഇപ്പോൾ വരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു സംഭവം നടന്നിരുന്നു. CPMൻ്റെ ഓഫീസിൽ അവിടെ ഒരു സംഘർഷം നടന്നിരുന്നു. പോലീസ് കൂട്ടത്തോടെ CPIM പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. എന്തിൻ്റെ സൂചനയാണത്? അല്ല, അത് UDF ഏത് കാലത്തും അധികാരത്തിൽ വരുമ്പോൾ പോലീസിനെ ഒരു മർദ്ദന ഉപാധിയായി അവർ ഉപയോഗപ്പെടുത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ഞങ്ങളെല്ലാം അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതിനെയൊക്കെ നേരിടുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ആവേശമാണ് നൽകാറുള്ളത്. അത് ആ നിലയിൽ തന്നെ നേരിട്ട് മുമ്പോട്ട് പോകുക. അക്കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. ഇപ്പോൾ നിയമസഭയിൽ UDFന് 100-ലധികം 100+ ആണ്. LDF എണ്ണം വളരെ കുറവാണ്. എങ്ങനെ നിങ്ങൾ ഒരു പ്രതിപക്ഷമായി ശക്തമായിട്ട് പോരാടും? അല്ല, അതൊക്കെ വരുന്ന ദിവസങ്ങൾ നമുക്ക് കാണാം. അത് കാണാം. എന്തായാലും UDF ആണല്ലോ, കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ നമുക്ക് നേരിടാം, നമുക്ക് കാണാം. വരുന്ന ദിവസങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാം. കോന്നി മെഡിക്കൽ കോളേജിൻ്റെ ഓരോ വർഷവും അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 5 വർഷം ഇനിയും UDF സർക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ കോന്നി മെഡിക്കൽ കോളേജിൻ്റെ വികസനം സംബന്ധിച്ച്? അല്ല, കോന്നി മെഡിക്കൽ കോളേജ് ഒരു കാരണവശാലും നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് UDFകാർ. 2022 നാഷണൽ മെഡിക്കൽ കമ്മീഷന് അനുമതി നിഷേധിച്ചപ്പോൾ ടൗണിൽ ലഡു വിതരണം ചെയ്തവരാ അവർ, MPയുടെ സാന്നിധ്യത്തിൽ. ഓരോ കുരുക്കും അഴിക്കാൻ വേണ്ടി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അത് കൂടുതൽ കുരുക്കാക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ കുരുക്കാക്കി ഒരു കാരണവശാലും അത് തുറക്കരുത് എന്ന് ആഗ്രഹിച്ചവരാണ് UDF. അവരിൽ നിന്ന് അതുതന്നെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം കോൺഗ്രസ് ആണല്ലോ, അവരങ്ങനെ തന്നെ പോവുകയുള്ളൂ. പക്ഷേ പ്രശ്നം ഞങ്ങൾ കിഫ്ബിയിൽ നിന്നും ഫണ്ടെല്ലാം അനുവദിച്ച് ASI ടെൻഡറെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ സഹായം അക്കാര്യത്തിൽ PG അനുവദിക്കുന്ന അങ്ങനെയുള്ള കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിക്കുന്ന മറ്റു കാര്യങ്ങൾക്കുമൊക്കെയാണ് ആവശ്യമായി വരുന്നത്. അങ്ങനെ ആരോഗ്യരംഗത്ത് ആ നിലയിൽ സ്വീകരിച്ചാൽ ഞങ്ങൾ പ്രക്ഷോഭം ചെയ്ത് ഇതെല്ലാം നേടിയെടുക്കും. അതിലൊന്നും ജനങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. മെഡിക്കൽ കോളേജൊക്കെ ഞങ്ങൾ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കും. ഏതായാലും KU ജനീഷ് കുമാർ പറയുന്നത് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞ 5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോന്നി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ അതിൻ്റെ തുടർ വികസനങ്ങൾ ഇനി ആവശ്യമാണ്. അതിലേതെങ്കിലും രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കും. ഒപ്പം തന്നെ കോന്നിയിൽ BJP കോൺഗ്രസ് ഒരു ഡീൽ ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അതുകൊണ്ടാണ് നേരിയ വോട്ടുകൾക്ക് തനിക്ക് ജയിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.